ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വിൻഡോസ് 10 ഉള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറോ എങ്ങനെ ഒന്ന് സ്പീഡാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എങ്ങനെയാണ് ഇത് സ്ലോ ആവുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ടെമ്പററി ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോ സേവ് ആവുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഒന്ന് സ്പീഡായി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് സി ഡ്രൈവിലോട്ടൊന്ന് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സി ഡ്രൈവ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. സി ഡ്രൈവിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. അതിനകത്ത് താഴെ കിടക്കുന്ന ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാം എത്ര സ്പേസാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതും. ഞാൻ കുറച്ച് മുന്നേ ചെയ്തുകൊണ്ടാണ് അതിൻ്റെത് ജസ്റ്റ് MB മാത്രം കാണിക്കുന്നത്. ഇതൊന്ന് ഓക്കെ കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കാണാം നമ്മുടെ എല്ലാ റീസൈക്കിൾ പിന്നെ ടെമ്പററി ഫയൽസ് എല്ലാം ക്ലീൻ ആവുന്നത്. അതിനുശേഷം വീണ്ടും ഒന്ന് ഡിസ്ക് ക്ലീനപ്പ് കൊടുക്കാം. ഇതിൻ്റെ താഴെ നമ്മുടെ സിസ്റ്റം ഫയൽസ് കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. ആ സിസ്റ്റം ഫയൽസും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വരുന്ന വിൻഡോയിൽ നേരത്തെ ചെയ്ത പോലെ എല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. നമ്മുടെ സിസ്റ്റം ഫയൽസ് കൂടി ഒന്ന് ക്ലീൻ ആവുന്നതാണ്. ഡിലീറ്റ് ഫയൽസ് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ സിസ്റ്റത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള ക്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ ഫയൽസും റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വിൻഡോസ് +R എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു റൺ ബോക്സ് വരും. അതിനകത്ത് %temp എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സെർച്ചിൽ റണ്ണ് ടൈപ്പ് ചെയ്താൽ ഈ ബോക്സ് വരും. അതിനുശേഷം ഈ ഒരു ടെമ്പററി ഫയൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിൽ പോവാതെ ഡയറക്റ്റ് ഡിലീറ്റ് ആവുന്നതാണ്. ഇത് 100% ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. എൻ്റെ ഇതിനകത്ത് കുറച്ച് ഫയൽസ് ഡിലീറ്റ് ആവാതിരിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽസ് ആയതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആവാതിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ദിസ് PC എന്ന് എടുക്കുക. ദിസ് PC എടുത്തതിന് ശേഷം ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്തൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ചേഞ്ച് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അഡ്വാൻസ്ഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ സെറ്റിങ്സ് എന്ന് പോവാം. അതിനകത്ത് അഡ്ജസ്റ്റ് ഫോർ ബെറ്റർ പെർഫോമൻസ് എന്ന് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് ഓക്കെ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ബാറ്ററിയുടെ പവറും കൂടി ഒന്ന് നോക്കുന്നുണ്ട്. അതിനായിട്ട് സെർച്ചിൽ കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ പാനലിൻ്റെ ഓപ്ഷൻ വരും. ജസ്റ്റ് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാറ്റഗറി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാറ്റഗറി ലാർജ് ഐക്കണിൽ കൊടുത്തതിന് ശേഷം നമ്മൾ പവർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പവർ ഓപ്ഷൻസ് അതിനകത്ത് ഒരുപാട് പവർ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് നമുക്കൊരു പുതിയ പവർ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഹൈ പെർഫോമൻസ് കൊടുത്തതിന് ശേഷം ബൈ ഡിഫോൾട്ട് 15 മിനിറ്റും ഡിസ്പ്ലേ 15ഉം അതേപോലെ കമ്പ്യൂട്ടർ സ്ലീപ്പ് നെവറുമാണ് കിടക്കുന്നത്. അതിൽ തന്നെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ പവർ പ്ലാനും കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പണായി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.